2020 അണ്ടർ റേറ്റഡ് തമിഴ് ത്രില്ലർ പടങ്ങളുടെ ഒരു വീഡിയോയുടെ ലിസ്റ്റ് ഞാൻ ചെയ്തപ്പോൾ അതിൽ എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞിരുന്നു, കൊരങ്ക് ബൊമ്മൈ. അതിന്റെ ഡയറക്ടറുടെ പുതിയ സിനിമ, അതുപോലെ തന്നെ നമ്മുടെ വിജയ് സേതുപതിയുടെ 50ാമത്തെ സിനിമ. ഇത് രണ്ടുമാണ് ഈ സിനിമ കാണാൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകങ്ങൾ. നിതിലൻ സ്വാമിനാഥൻ സംവിധാനം ചെയ്ത് വിജയ് സേതുപതി, അനുരാഗ് കശ്യപ്, അഭിരാമി, മമത മോഹൻദാസ് തുടങ്ങിയവർ അഭിനയിച്ച മഹാരാജ എന്ന തമിഴ് ആക്ഷൻ ത്രില്ലർ സിനിമയെ കുറിച്ച്. മഹാരാജ എന്ന ബാർബർ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിലെത്തി തന്റെ വീട്ടിൽ നിന്നും ഒരു കാര്യം ആരോ മോഷ്ടിച്ചതായി പറയുന്നു. അതെന്താണെന്ന് അറിഞ്ഞപ്പോൾ പോലീസുകാർ തന്നെ ഞെട്ടിപ്പോയി. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ഹൈപ്പർ ലിങ്ക് സ്വഭാവമുള്ള നോൺ ലീനിയറായ കഥ പറയുന്ന കിടിലൻ സ്ക്രിപ്റ്റ് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. ഒപ്പം ഗംഭീരമായിട്ടുള്ള ഈ തിരക്കഥയെ ഒരു വൺ മാൻ ഷോ പോലെ സ്വന്തം തോളിലേറ്റിയ വിജയ് സേതുപതിയുടെ കിടിലൻ പ്രകടനവും. ഒരേ സമയം നിസ്സഹായനായ ഒരു മിഡിൽ ക്ലാസ് അച്ഛനായിട്ട് വളരെ വിശ്വസനീയമായ പെർഫോമൻസിൽ വരുന്ന അതേസമയം തന്നെ മാസ് പരിവേഷമുള്ള ഒരു ആക്ഷൻ ഹീറോയായുള്ള ട്രാൻസ്ഫോർമേഷനും കൺവിൻസിംഗ് ആയിട്ട് തന്നെ വിജയ് സേതുപതി ചെയ്തിട്ടുണ്ട്. അത് പറയുമ്പോഴാണ് പടത്തിലെ ചില സീനുകളൊക്കെ ഒരുപാട് പ്രേക്ഷകർക്ക് വളരെ ഡിസ്റ്റർബിംഗ് ആൻഡ് ബ്രൂട്ടൽ ആയിരിക്കും എന്നുള്ള കാര്യം ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുന്നു. അനുരാഗ് കശ്യപ് സ്ക്രീൻ സ്പേസ് ഒക്കെ വളരെ കുറവാണെങ്കിലും ശക്തമായ പെർഫോമൻസ് തന്നെ നൽകിയിട്ടുണ്ട്. വിജയ് സേതുപതിയുടെ മകളായി അഭിനയിച്ച സാചന കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ പോലീസുകാരായിട്ട് വന്ന നടരാജൻ സുബ്രഹ്മണ്യം, മുനീഷ് കാന്ത് എന്നിവർ മികച്ച പ്രകടനം നൽകി. പ്രത്യേകിച്ച് ഈ സിനിമയിലെ ഒരു പോലീസുകാരനുണ്ട്, സിംഗം പുലി എന്ന നടനാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ക്യാരക്ടർ എടുത്ത് തന്നെ പറയണം. സിംഗം പുലി വിജയ് സേതുപതിയെ കാണുമ്പോഴുള്ള ഒരു ഡയലോഗ് ഡെലിവറി, ആ ഒരു എക്സ്പ്രഷൻ, ആ ഒരു സമയത്തെ പെർഫോമൻസ് കിടിലനായിരുന്നു. അഭിരാമി വളരെ കുറച്ചേ സ്ക്രീൻ സ്പേസ് ഉള്ളൂ എങ്കിലും ഒന്നാം തരം പെർഫോമൻസ് ആയിരുന്നു. അതേസമയം കാര്യമായിട്ട് പെർഫോം ഒന്നും ചെയ്യാനില്ലാത്ത ഒരു റോൾ മമത മോഹൻദാസ് മികച്ചതാക്കി. എങ്കിലും മമത മാത്രം ഈ സിനിമയിൽ ഈ പടത്തിൽ നിന്ന് ഇങ്ങനെ വേറെ ഏതോ പടത്തിൽ നിന്നും വന്നതുപോലെ തോന്നി. ഭാരതി രാജ, ദിവ്യഭാരതി, മണികണ്ഠൻ, തേനപ്പൻ, വിനോദ് സാഗർ, അങ്ങനെ വലിയൊരു താരനിര തന്നെ പടത്തിലുണ്ട്. കൊരങ്ങ് ബൊമ്മയിൽ കൊരങ്ങായിരുന്നെങ്കിൽ ഇത്തവണ വേറൊരു കാര്യമാണ് കേട്ടോ. കൊരങ്ങ് ബൊമ്മയിലെ പോലെയുള്ള ആ ഒരു നോൺ ലീനിയർ നരേഷനാണ് ഈ പടത്തിന്റെയും പ്രത്യേകത. ഹൈപ്പർ ലിങ്ക് സ്വഭാവമുള്ള കഥയുടെ പരസ്പരമുള്ള കണക്ഷനുകൾ, അതുപോലെ തന്നെ വ്യത്യസ്ത ടൈം ലൈനിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒരേ സമയം പറഞ്ഞു പോകുന്നതും അത് ഒന്നിപ്പിക്കുന്ന ആ ഒരു പോയിന്റും ഒക്കെ ഗംഭീരമായിരുന്നു. ഇമോഷണൽ രംഗങ്ങൾ, അതുപോലെ ഇന്റർവെൽ ബ്ലോക്ക്, ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് ഒക്കെ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാകും. ഫസ്റ്റ് ഹാഫിൽ ബാക്കി വെച്ച കുറച്ച് കാര്യങ്ങൾക്ക് ഇങ്ങനെ സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോൾ അതിന്റെ കണക്ഷൻ കൊടുക്കുന്നതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. മികച്ച സ്ക്രീൻ പ്ലേ ആണെങ്കിലും ത്രില്ലർ പ്രേമികൾക്കിടയിൽ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്കിടയിൽ, നമ്മൾ ഒരുപാട് ലോക സിനിമകൾ കാണാറുണ്ട്. സോ അവർക്കിടയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള 2 പടങ്ങൾ, ആ സിനിമ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, സ്പോയിലർ ആയി പോകും. ഈ 2 പടങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് ഈ സിനിമയുടെ തീം അല്ലെങ്കിൽ ആ ഒരു റിവീലിംഗ് കാര്യം എന്ന് പറയുന്നത് അത്ര വലിയ പുതുമയുള്ളതായിട്ട് തോന്നുകയില്ല. സോ ഈ 2 സിനിമകളും ഈ പടത്തിന്റെ സ്ക്രീൻ പ്ലേ എഴുതാനായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. കൂടാതെ വില്ലന്റെ ചില മാനറിസങ്ങളൊക്കെ കണ്ടപ്പോൾ ലിയോയിലെ മിഷ്കിന്റെയും കൂട്ടരുടെയും പ്രവൃത്തികളും ഓർമ്മിപ്പിച്ചു. എങ്കിലും ഇതെല്ലാം അവതരിപ്പിച്ചിരിക്കുന്ന രീതി വ്യത്യസ്തമാണ് കേട്ടോ. സോ ഈ പടം വേർത്ത് വാച്ച് തന്നെയാണ് കാണാനായിട്ട്. ദിനേശ് പുരുഷോത്തമന്റെ സിനിമാറ്റോഗ്രഫി മികച്ചതാണ്. ഫിലോമിൻ രാജാണ് ഇതിന്റെ എഡിറ്റിംഗ്. എടുത്തു തന്നെ പറയണം, നോൺ ലീനിയർ സ്റ്റൈലിലുള്ള ആ ഒരു എഡിറ്റിംഗ് തന്നെ പടത്തിന്റെ ഹൈലൈറ്റ് ആണ്. അജനീഷ് ലോകനാഥിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും നന്നായിട്ടുണ്ടായിരുന്നു. ചുരുക്കത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള, വളരെ ഫ്രഷ് ആയിട്ടുള്ള, നമ്മൾ കണ്ടിട്ടേ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഫസ്റ്റ് ഹാഫും വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫുമുള്ള, ഞാൻ പറഞ്ഞ ആ 2 സിനിമകളും കണ്ടിട്ടുള്ളവർക്ക് ഊഹിക്കാവുന്ന ഒരു ട്വിസ്റ്റ് ഒക്കെ ഉള്ള, അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും മേക്കിംഗ് കൊണ്ട് വ്യത്യസ്തമാക്കിയ ഒരു മികച്ച സിനിമയാണ് മഹാരാജ. എനിക്ക് ഈ പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പടം കണ്ടിറങ്ങുമ്പോൾ പറയുക ഇതൊരു വെറൈറ്റി പടം തന്നെ ആണ് എന്നുള്ളതായിരിക്കും. എന്നാലും ആ 2 പടം അത് തന്നെയല്ലേ ഇത്.